നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പായസമാണ്, സീതപ്പഴം പായസം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 സീതപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളില് പൾപ്പ് എടുക്കണം. അതിന് ഇതെടുത്ത് നടുക്ക ഇങ്ങനെ മുറിക്കുക, കൈ കൊണ്ട് തന്നെ മുറിക്കുക. ഇതിന് 1 സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഇടാം. അരിപ്പേൻ്റെ അടിയിൽ ഒരു ബൗളുണ്ട്. ബൗളിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇങ്ങനെ കോരിയിടാം. മറ്റേ പീസും ഇതേപോലെ കോരിയെടുക്കാം. രണ്ട് സീതപ്പഴത്തിലെയും ഉൾഭാഗം എല്ലാം കോരി അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനി സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കുത്തി ഉടച്ചെടുക്കാം. ഇപ്പം ഇതിന്റെ കുരുവെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ കുരു എടുത്ത് മാറ്റാം. കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിന് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൻ്റെ അടിയിൽ വെട്ടിയ പഴുപ്പ് ഇതിൻ്റെ കൂടെ ആക്കാം. ഇത്ര പോലെ പഴുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അടുപ്പത്തൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് ഇത് തിളപ്പിക്കാം. തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കട്ടിയാവുന്നത് വരെ കുറച്ചധികം സമയം തിളപ്പിക്കാം. ഇതിപ്പം കുറച്ചധികം സമയം തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത പാലിന്റെ ഒരു 1/4 ഭാഗം കുറയുന്നത് വരെ കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി സീതപ്പഴത്തിന്റെ പൾപ്പ് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സീതാപ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണ്. അതുകൊണ്ട് അതിന്റെ മധുരം കഴിച്ചിട്ട് ബാക്കി മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർക്കാം. കുറച്ച് ബദാം മുറിച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ച് ചേർക്കാം. കുറച്ച് പിസ്ത മുറിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നല്ലോണം തിളച്ച് വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല കിടിലൻ ടേസ്റ്റില് സീതപ്പഴം പായസം റെഡിയാണ്. ഇത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിടാം. ഞാനിപ്പം ചേർക്കുന്നില്ല. ഏലക്കപ്പൊടി ചേർത്താൽ 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം തുറന്നെടുത്ത് കഴിക്കാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിനൊരു ബൗളിൽ സെർവ് ചെയ്യാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ. പറ്റുന്നവരെ ഉണ്ടാക്കി നോക്കാം. ഇതിന്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും ബദാം നുറുക്കിയതും പിസ്ത നുറുക്കിയതും ഇട്ട് കൊടുക്കാം. ഇത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ഡെസേർട്ട് പോലെ ഉണ്ടാവും. സീതപ്പഴം കിട്ടുന്നവര് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.